നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, അങ്ങനെ നമ്മളുടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. സർക്കാരിൻ്റെ ഓണ സമ്മാനമായിട്ട് 2 ഗഡു ക്ഷേമ പെൻഷൻ്റെ വിതരണം നാളെ, അതായത് ഓഗസ്റ്റ് മാസം 23-ാം തീയതി ശനിയാഴ്ച ആരംഭിക്കുകയാണ്. വിതരണം 3200 രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കുമാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത്. 1700 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇതിനുവേണ്ടി സർക്കാർ ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത്. നാളെ വിതരണം ആരംഭിച്ച് സെപ്റ്റംബർ മാസം 2-ാം തീയതിയോടെ വിതരണം അവസാനിപ്പിക്കണമെന്നാണ് സർക്കാർ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, നാളെ ശനിയാഴ്ച, പ്രത്യേകിച്ച് 4-ാം ശനി കൂടിയാണ്, ബാങ്ക് അവധിയാണ്. അതുകൊണ്ട് തന്നെ നാളെ തന്നെ ഈ തുക എത്തിച്ചേരുമോ എന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഒരു ഉറപ്പില്ല, ഒരു സ്ഥിരീകരണമില്ല. സർക്കാർ ഉത്തരവിൻ പ്രകാരം നാളെ വിതരണം ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും അല്പം കൂടി താമസിക്കാൻ സാധ്യതയുണ്ട്. വിതരണ നടപടികൾക്ക് ചിലപ്പോൾ നാളെ തുടക്കമായേക്കാം. പക്ഷേ എങ്കിൽ പോലും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കുമൊക്കെ എത്താൻ 1-2 ദിവസം കൂടി ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഇത് മാത്രമല്ല, ബയോമെട്രിക് മസ്റ്ററിംഗ് ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഓഗസ്റ്റ് 24-നാണ് അവസാന തീയതി. അതിനു മുൻപ് തന്നെ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗങ്ങളിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് 1000 രൂപ വീതം ഓണ സമ്മാനമായിട്ട് ഒരു സമാശ്വാസ സഹായമായിട്ട് വിതരണം ചെയ്യാൻ വേണ്ടി മന്ത്രിസഭ തീരുമാനമെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമായിരിക്കും ഫണ്ട് അനുവദിക്കുക. പട്ടികവർഗ ക്ഷേമ വകുപ്പൊക്കെ ആയിരിക്കും ഇതിൻ്റെ കൈകാര്യം, അതായത് വിതരണ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. മുൻ വർഷങ്ങളിലും ഏകദേശം 50,000-ന് മുകളിൽ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിച്ചിരുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ സഹായം ലഭിക്കുക. അതും ഇത്തരത്തിൽ സംവരണ വിഭാഗങ്ങൾക്ക് വേണ്ടി സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു കൈത്താങ്ങാണിത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അങ്ങനെ കഴിഞ്ഞ വർഷം ആനുകൂല്യം ലഭിച്ചവർ, അതോടൊപ്പം തന്നെ ഈ വർഷം ഈ ഒരു ആനുകൂല്യത്തിന് യോഗ്യത നേടിയിട്ടുള്ളവർ, AY, BPL, റേഷൻ കാർഡിലൊക്കെ പേരുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പട്ടികവർഗ വിഭാഗങ്ങൾ, അവർക്ക് വേണ്ടിയായിരിക്കും ഈ സഹായം എത്തിച്ചേരുന്നത്. നിലവിൽ അവർക്ക് ക്ഷേമ പെൻഷനൊക്കെ അർഹതയുണ്ടെങ്കിലും ക്ഷേമ പെൻഷനോടൊപ്പം തന്നെ ഈ ഒരു ആനുകൂല്യത്തിനും അവകാശമുണ്ടായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഓണക്കാലത്ത് സംസ്ഥാനത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും സൗജന്യ അരി നൽകുന്നതിന് വേണ്ടി തീരുമാനമായിട്ടുണ്ട്. പ്രീ പ്രൈമറി തലം മുതൽ 8-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതും സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഉച്ചഭക്ഷണ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ആനുകൂല്യമുണ്ടായിരിക്കും. ഒരു വീട്ടിൽ എത്ര കുട്ടികൾ ഈ രീതിയിൽ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അത്രയും പേർക്കും ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. ഒരാൾക്ക് 4 കിലോ അരി എന്ന രീതിയിലാണ് ആനുകൂല്യത്തിൻ്റെ വിതരണം നടക്കുന്നത്. പ്രീ പ്രൈമറി തലങ്ങളിലൊക്കെ ആണെങ്കിൽ രക്ഷിതാക്കൾക്ക് അറിയിപ്പ് ലഭിക്കും. മറ്റ് മുതിർന്ന ക്ലാസ്സുകളിലേക്കാകുമ്പോൾ വിദ്യാർത്ഥികളുടെ കൈവശം തന്നെ കൊടുത്തുവിടുന്ന രീതിയായിരിക്കും. ഈ ഒരു അറിയിപ്പ് എല്ലാ രക്ഷിതാക്കളും തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ജൈന, സിഖ്, പാർസി മതങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് 1500 രൂപയുടെ മാർഗ്ഗദീപം സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം അപേക്ഷകൾ വയ്ക്കുക. ഇനി ബിരുദാനന്തര കോഴ്സുകളൊക്കെ പഠിക്കുന്നവർ ശ്രദ്ധിക്കുക. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിൻ്റെ പുതുക്കലും ഫ്രഷ് ആപ്ലിക്കേഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. UG കോഴ്സുകൾക്കൊക്കെ 12,000 രൂപ പ്രതിവർഷം സ്കോളർഷിപ്പ്, PG കോഴ്സുകളാണെങ്കിൽ 20,000 രൂപയാണ് നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാരാണ് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത്. നിലവിൽ 80% മുകളിൽ +2-ൽ മാർക്ക് വാങ്ങി വിജയിച്ചവർക്കാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന്, ഫ്രഷ് ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിന് സാധിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. തുടർന്ന് ഇതുപോലുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.